മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒരു നിർദ്ദേശം മൂലം വലഞ്ഞ് കൂട്ടമായി നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കഴക്കൂട്ടത്ത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സബ് ഓഫീസിലാണുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിയുടെ ഒരു നിർദ്ദേശം വന്നത്. ഈ ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള തീരുമാനം. അത് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുമ്പോൾ വളരെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം, അതായത് ഇന്ന് രാവിലെ ഇവിടെ ടെസ്റ്റിന് വരാനുള്ള ആളുകളെ അത് അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? നമുക്കിവിടെ പൊതുവിൽ 49 ഡ്രൈവിംഗ് സ്കൂളാണുള്ളത്. 49. ഇന്ന് നമുക്ക് 107 പേരാണ് ഇവിടെ ടെസ്റ്റിന് വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന കുട്ടികൾ രാവിലെ 5 മണി 6 മണിക്കൊക്കെ എത്തുന്നതാണ്. പ്രാഥമിക ആവശ്യം ചെയ്യാൻ പോലും നമുക്ക് നടത്താൻ പോലും ഇവിടെ ഒരു സൗകര്യമില്ല. അപ്പോൾ ഈ കുട്ടികൾ രാവിലെ 6 മണി വന്നിട്ട് ഇപ്പം രാവിലെയാണ് അറിയണത് 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വളരെ പെട്ടെന്നൊരു തീരുമാനം പെട്ടെന്നുണ്ടായി. ഇന്നലെ രാത്രിയാണ് അറിയാൻ പറ്റിയത്. നമ്മൾ കുറച്ചുപേരൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എല്ലാവരും ടെസ്റ്റിന് വന്ന് 107 പേരുണ്ടായിരുന്നു. അതിലിപ്പോൾ 50 പേർക്കേ നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു സെലക്ട് ചെയ്ത ആളിനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് തികച്ചും പ്രായോഗികമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലേണേഴ്സ് എടുക്കുമ്പോൾ തന്നെ 3 മാസം വരെ കഴിഞ്ഞാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നത്. ആ ഡേറ്റ് കിട്ടിയാൽ തന്നെയും നമുക്ക് പിന്നെ ഈ ടെസ്റ്റ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല ജോലികൾ കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് വന്നവരുണ്ട്. മറ്റൊന്ന് ലൈസൻസ് എടുത്തിട്ട് വെളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കയറാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ഇനി ഒരു 5-6 മാസം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ കയറാൻ പറ്റുള്ളൂ. നാളെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 200 ഈ പറഞ്ഞ കണക്കനുസരിച്ച് 200 പേരെ മാത്രമേ ഒരാഴ്ച കയറാൻ പറ്റുള്ളൂ, ടെസ്റ്റിന് കയറ്റാൻ പറ്റുള്ളൂ. നേരത്തെ നമുക്ക് ഒരു 500 പേർക്ക് മുന്നോട്ട് 500-600 മേലും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പരിപാടി ഈ ഒരു സംവിധാനം തികച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരമാവധി ചെയ്യാവുന്ന ടെസ്റ്റുകളുടെ എണ്ണം 30 നിജപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെയുള്ളതനുസരിച്ച് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 60 പേരെ ടെസ്റ്റ് നടത്താമായിരുന്നു. പക്ഷേ ഇപ്പം വന്ന നിയമം അനുസരിച്ച് ഒരു ഓഫീസിൽ 50 പേർക്ക് മാത്രമേ നടത്താവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കുട്ടികൾ തന്നെ പല ദേശത്തു നിന്ന് വരുന്ന കുട്ടികളാണ്. ഇത് പല ആവശ്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ടെസ്റ്റിന് വേണ്ടി വന്ന കുട്ടികളാണ് അധികം പേര്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളുകളെ വലയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നതിൻ്റെ സംവിധാനമൊക്കെ മാറ്റാനുള്ള തീരുമാനവും വരുന്നുണ്ട്. അതിനുള്ള അടിസ്ഥാന സൗകര്യമൊക്കെ ഒരുക്കിയിട്ടാണോ ഇങ്ങനെയൊക്കെയുള്ള അതിന് യാതൊരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് പെട്ടെന്നുള്ളൊരു നടപടിയാണ്. നമ്മുടെ സ്കൂളുകാരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കുട്ടികളെ അതുമാത്രമല്ല, വലിയ ബിരുദമൊക്കെ ഉള്ള ആളുകൾ വണ്ടി പഠിപ്പിച്ചാൽ മതി എന്നുള്ള നിലയിൽ അത് ബിടെക് വേണമെന്നാണ് അവരുടെ ആവശ്യം. അത് പലരും പഠിപ്പിക്കുന്നതിൽ പലർക്കും ഉണ്ട്. ഇല്ലാത്തവരൊക്കെയാണെങ്കിൽ വലഞ്ഞു കാലങ്ങളായിട്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ വലഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ കണ്ടെത്തേണ്ടി വരും. അതിന് ഭീമമായ ശമ്പളം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ ഫാർമസിസ്റ്റിനെ നിർത്തും പോലെ ബിടെക്കാരെ നമ്മൾ ഒരു സ്കൂളിൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള സാലറി കൊടുക്കാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താണ് ബുദ്ധിമുട്ടായത് രാവിലെ വന്നിട്ട്? ഞാൻ രാവിലെ 3 മണിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം 7 മണിക്ക് ഇവിടെ എത്തിയതാണ്. എനിക്ക് ദിവസേന ഇതിൻ്റെ പേരിൽ പുറകിൽ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമാർഗ്ഗമാണ് നഷ്ടപ്പെടുന്നത്. എനിക്ക് ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ലോൺ എടുത്തൊരു വണ്ടി എടുത്ത് ഏതാണ്ട് 10-22,000 രൂപ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഒരു വരുമാനമായി. ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടാണ് എനിക്ക് 87 ലൈസൻസ് കിട്ടിയതാണ്. നിർഭാഗ്യവശാൽ എൻ്റെ ലൈസൻസ് കളഞ്ഞുപോയി. ഞാനത് പഴയ റെക്കോർഡ് കൊല്ലത്ത് പോയി എടുത്തു. പക്ഷേ ഞാൻ റിന്യൂ ചെയ്തത് കഴക്കൂട്ടത്താണ്. ഇവിടെ ഒരു റെക്കോർഡ് പോലും കിട്ടാത്തതിനാണ് ഞാനിപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് ലേണേഴ്സ് കിട്ടിയിട്ട് ഏതാണ്ട് 3-4 മാസമായി. ഇനി അതിന് ഏതാണ്ട് 1-2 മാസം കൂടെ ഉള്ളൂ. ഈ 1-2 മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ലേണേഴ്സ് എടുക്കണം. അതിനുവേണ്ടി ഞാൻ കാശ് മുടക്കണം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഇത് പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടൊക്കെ പൈസ ചിലവുണ്ട്. സാധാരണക്കാരനെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥരോ അല്ല ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്മാറണമെന്നുള്ളതാണ് ഒരു റിക്വസ്റ്റാണ്. ടെസ്റ്റിന് വന്ന ആളാണോ? ബുദ്ധിമുട്ടായല്ലോ, ഇത് അറിയാൻ പറ്റില്ല. അറിഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഈ 50 പേർക്കേ ടെസ്റ്റ് നടത്തുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ ആ നേരം മുതലേ നമ്മളിവിടെ നിൽക്കുകയാണ്. എന്താവും തീരുമാനമൊന്നും അറിയില്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റണില്ല. ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. അപ്പോഴേ ഞങ്ങൾ നിൽക്കുകയാണ്. ഇത് പെട്ടെന്ന് വന്നൊരു തീരുമാനം ബുദ്ധിമുട്ടായി. തീർച്ചയായിട്ടും ബുദ്ധിമുട്ട്. പൊതുജനങ്ങൾക്ക്, ഈ മറ്റുള്ള ക്യാൻറ്റീനുകൾക്കും എല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർക്കും എല്ലാവർക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു തീരുമാനം പിൻവലിക്കുക തന്നെ ചെയ്യണം. ഒരുപാട് ബുദ്ധിമുട്ടാണ്, അത് പറയാൻ പറ്റില്ല. പിന്നെ ഈ പെൺകുട്ടികളാണ് രാവിലെ മുതൽ ഇവിടെ വന്ന് ഈ ക്യൂ നിൽക്കുന്നത്. അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല. അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ഉൾപ്പെടെ.
ഈ ടെസ്റ്റിന് ദൂരസ്ഥലത്ത് നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടോ? ആരെങ്കിലും ദൂരസ്ഥലത്ത് നിന്ന ആളാണോ? ആക്ച്വലി ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വർക്ക് ചെയ്യാണ്. ടെസ്റ്റിന് വേണ്ടി വന്നതാണ്. ഇവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ്. ഇതിനു വേണ്ടി വന്നതാണ്. എൻ്റെ ലേണേഴ്സ് കഴിഞ്ഞ വർഷം എടുത്താണ്. ഈ വർഷം 6-ാം മാസം തീരാണ്. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അബ്രോഡ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു രാത്രി കൊണ്ട് പറഞ്ഞിട്ട് രാവിലെ പെട്ടെന്ന് ഒരു നിയമം പാസ്സാക്കി എങ്ങനെയാണ് ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യണത്? ഇതാണോ ഇവിടുത്തെ നിയമം? ഇങ്ങനെ രാത്രി തീരുമാനിച്ചിട്ട് രാവിലെ പറയുക, എല്ലാവരും അത് കേൾക്കുക. 50 കുട്ടി, ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇത് അനീതിയാണ്. ഇതുവരെ തുടരുമ്പോൾ ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും. ഒരു ഒറ്റ ഉത്തരവ് ബുദ്ധിമുട്ടിലാക്കിയ ആളുകളാണ് നമുക്ക് ചുറ്റും ഈ കാണുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ആളുകളുണ്ട്, ആ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി എത്തിയ ആളുകളുണ്ട്. ഇവരെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനം. ഇനി എന്നത്തേക്ക് ഇവർക്ക് ഇവരുടെ ടെസ്റ്റ് നടത്താൻ കഴിയും എന്നതിനെക്കുറിച്ചും യാതൊരു വ്യക്തതയില്ല. ഉദ്യോഗസ്ഥരും കൈമലർത്തുകയാണ്. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.